ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള ലോ എൻട്രൻസിൻ്റെ ജൂൺ 1 തീയതിയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 ഇയറും അതുപോലെ 3 ഇയർ LLB എൻട്രൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് പ്രിപ്പറേഷനിലേക്ക് പോകുന്നു വിചാരിക്കുന്നു. ഒരു കാര്യം എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു പീരീഡിലൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടുണ്ടാവും ഇല്ലേ. മെയിനായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ് ഇല്ലേ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ മൈൻഡാണ്. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, കുറച്ച് ദിവസമേ ഉള്ളൂ, ഇതുകൊണ്ട് പഠിച്ചാൽ കിട്ടുമോ, ഗവൺമെൻറ് മെറിറ്റ് കിട്ടുമോ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല. ചിലവരൊക്കെ ചിലപ്പോൾ മടുത്തിൽ നിർത്തിയിട്ടുണ്ടാവും. ചിലവരൊക്കെ എന്താ പറയുക, ചിലവർ ഇപ്പം തന്നെ റിസൾട്ടിനെ പറ്റിയാണ് വെറിയഡ്. അങ്ങനെ കുറേ പേരുണ്ട്. ചിലവർ രണ്ടും കൽപ്പിച്ച് പഠിക്കുന്നവരുണ്ട്. പിന്നെ കുറച്ച് പേരുണ്ട് അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ഫോക്കസിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞ ആൾക്കാർ കറക്റ്റ് മോട്ടിവേറ്റഡ് ആയിട്ട് കറക്റ്റ് പാത്തിലൂടെ അവർ ആ ഗോൾസിന് വേണ്ടി അച്ചീവ് ചെയ്യുന്നു, അവരവരുടെ വർക്കായിട്ട് പോയിക്കോട്ടെ. ബാക്കിയുള്ളവർ ഡീമോട്ടിവേറ്റഡ് ഇരിക്കുന്നവർ, ടെൻഷൻ അടിച്ച് പഠിക്കാൻ പറ്റാത്തവർ, ടെൻഷൻ അടിച്ച് മറക്കുന്നവർ, ഇനി ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളവർ, ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡാണ്. നിങ്ങൾ കാട് കയറി തിങ്ക് ചെയ്യാണ് ഇല്ലേ, അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് കാട് കയറി തിങ്ക്. ഇതിൻ്റെ ഇത്രയും തോട്ട്സിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളെ സ്വയം ഒന്ന് പരിശോധിക്കുക. ഇത്രയും തോട്ട്സിൻ്റെ ആവശ്യമുണ്ടോ? ഇത്രയും ദിവസങ്ങളേ ഉള്ളൂ. ഇതെല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളല്ലേ. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇറ്റ്സ് എ സെറ്റ് ഓഫ് മൈൻഡ് സെറ്റ് ഇല്ലേ. ഇത്രയും ദിവസങ്ങളുണ്ട്, എന്താ എന്നെ കൊണ്ട് പഠിക്കും, ഞാൻ പഠിച്ച് കയറും. ഇത്രയും ദിവസം, ഇനിയിപ്പോൾ 5 ദിവസം എന്നാലും 6 ദിവസം എന്നാലും ഞാൻ പഠിക്കും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി ഗീവ് എ ഫൈറ്റ്. അതാണ് ഞാൻ എന്ത് അഡ്വേഴ്സ് ആയിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ഫൈറ്റ് ചെയ്യും. അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനത്തെ പിള്ളേരെയാണ് നമ്മുടെ ഈ പുതിയ കാലത്തിന് വേണ്ടത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഫൈറ്റ് ചെയ്യുക. അത് വിജയിക്കോ ഇല്ലയോ അതൊക്കെ പിന്നീടുള്ള കാര്യം. ബട്ട് ഡെഫിനറ്റ്ലി ഗീവ് അപ്പ് എ ഫൈറ്റ്. നല്ലൊരു ഫൈറ്റ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അടുത്ത വർഷം നമുക്ക് എഴുതാം. എൻട്രൻസോ ഈ ലോഗോ ഈ വർഷത്തോടെ അവസാനിക്കൊന്നുമില്ല. അടുത്ത വർഷം നമുക്ക് എഴുതാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ആ ഫൈറ്റ് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കരുത്. നിങ്ങൾ തോൽക്കുമെങ്കിൽ നിങ്ങളുടെ മൈൻഡിൻ്റെ മുന്നിലല്ല തോൽക്കേണ്ടത്. നിങ്ങൾ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സിന് മുന്നിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നന്നായി പഠിച്ചു, എക്സാമും കുഴപ്പമില്ലാത്ത രീതി അറ്റൻഡ് ചെയ്തു, ബട്ട് നല്ലൊരു റാങ്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ചിലപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും. ചില ടോപ്പിക്സ് പഠിക്കാൻ ആ ടോപ്പിക്സിന് കൂടുതൽ ചോദ്യങ്ങൾ വന്നു, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് ഒരിക്കലും നിങ്ങൾ ആ ഫൈറ്റ് കൊടുക്കണ്ടേ. അപ്പോൾ നിങ്ങളുടെ തോട്ട്സൊക്കെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, അടുത്ത 1 മിനിറ്റോ അടുത്ത അരമണിക്കൂറോ അടുത്ത 3 മണിക്കൂറോ അടുത്ത ദിവസമോ അടുത്ത ആഴ്ചയോ, അതെങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോക്കസ് ഓൺ ദ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യാം. ആ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്താൽ ഓരോ ഡേയും ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ യുവർ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മുടെ കോൺഫിഡൻസാണ്, നമ്മുടെ മൈൻഡാണ് ഇതിനെല്ലാം പിന്നിൽ. നിങ്ങളൊരു 4 മണിക്കൂർ ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചു നോക്കിയേ, അത്യാവശ്യം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾ കോൺഫിഡൻ്റ് ആയി. നിങ്ങൾ എന്നെ കൊണ്ട് ഇത് പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ കോൺഫിഡൻസ് ഡൗൺ ആവുന്നത്? നമ്മൾ പഠിക്കാണ്ടിരുന്ന് ഫോണും കുത്തിയും കുറേ നേരം ഇൻസ്റ്റാഗ്രാമിലും റീലും കണ്ടിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഡൗൺ ആവുന്നത്. സോ ഫോണോ ഇൻസ്റ്റാഗ്രാമോ സ്നാപ്ചാറ്റോ ഇതൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക. കൂടിപ്പോയാൽ ഒരു 15 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാമല്ലോ, നമുക്ക് പ്രശ്നമില്ലല്ലോ. നമുക്ക് 15 ദിവസത്തേക്ക് ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക്. ഇപ്പോൾ ഇത് മാറ്റി വെച്ചാൽ നവംബർ മാസത്തിൽ അതേ ഇൻസ്റ്റാഗ്രാമിൽ അതേ അക്കൗണ്ടിൽ നമുക്ക് ഗവൺമെൻറ് മെറിറ്റ് സീറ്റ് കിട്ടിയിട്ട് ഗവൺമെൻറ് ലോ കോളേജ് ഫുൾ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, നമുക്ക് ഇല്ലേ, സ്റ്റോറി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സോ ഇപ്പോഴാണ് സമയം, ഇതാണ് സമയം. ഇഫ് നോട്ട് നൗ ദെൻ വെൻ. ഇപ്പോഴാണ് കറക്റ്റ് സമയം. ഇരുന്ന് പഠിക്കുക, മൈൻഡ് ക്ലിയർ ആക്കുക. എന്തുണ്ടെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യും, എന്തുണ്ടെങ്കിലും ഞാൻ നേരിടും, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ വീക്കിലി സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇടി വെട്ടിയ പോലെ എൻട്രൻസ് വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു 15 ഡേയ്സ് എന്ത് ചെയ്തു, സ്റ്റഡി പ്ലാൻ 17 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 17 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് എൻട്രൻസ്
മെയ് 25 ജൂൺ 1 നല്ല കാര്യം. അപ്പോൾ നമുക്ക് പിന്നെ ഒരാഴ്ച ടൈം കിട്ടി. അപ്പോൾ അതെല്ലാം എക്സ്റ്റെൻഡ് ചെയ്തൊരു 24 ഡേയ്സ് ടോട്ടൽ സ്റ്റഡി പ്ലാൻ ആണ്. അതിലെ പാർട്ട് 2 വീഡിയോ ആണ്. ഓൾറെഡി നമ്മൾ മെയ് 9 മുതൽ മെയ് 16 വരെയുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തു. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. ഓക്കെ, സ്റ്റഡി പ്ലാൻ മറ്റേ 17 വീക്ക്ലി സ്റ്റഡി പ്ലാൻ പാർട്ട് 1 എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്. അതിൽ നമ്മൾ ടോപ്പിക്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ മെയ് 9 തൊട്ട് മെയ് 15 വരെ ആയിരുന്നു ആ സ്റ്റഡി പ്ലാൻ ഡ്യൂറേഷൻ. ഇത് നമ്മൾ അടുത്ത സ്റ്റഡി പ്ലാൻ നമ്മുടെ മെയ് 16 മുതൽ മെയ് 20 അടുത്ത 1 വീക്ക് അടുത്ത 7 ഡേയ്സിലേക്കുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 7 ഡേയ്സ് നാളെ മുതൽ മെയ് 16 മുതൽ മെയ് 22 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ടോപ്പിക്സ് ഒക്കെ ഉള്ള പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു മെയ് 9 മുതൽ 15 വരെയുള്ള ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു. അതെല്ലാം നിങ്ങളുടെ മൈൻഡ് ആകെ ഇങ്ങനെ കിടന്ന് പ്രക്ഷുബ്ധമാവുന്നുണ്ട് ഇല്ലേ? ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് അടുത്ത മിഷനിലേക്ക് നമ്മൾ ലെവൽ 2ലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെവൽ 2 പാർട്ട് 2 നമ്മൾ മെയ് 16 മുതൽ മെയ് 22 വരെയുള്ള ആ ഒരു 1 വീക്ക് സ്ലാബാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഡെയിലി 10 hours സ്റ്റഡി ടൈം, അതിൽ മാറ്റമൊന്നുമില്ല. ഡെയിലി 10 hours സ്റ്റഡി ടൈം. ഓക്കെ, ഡെയിലി 10 hours സ്റ്റഡി ടൈം 10 മണിക്കൂർ. ആ 10 മണിക്കൂറിൽ നമ്മൾ പാർട്ട് 1 മെയ് 9 മുതൽ മെയ് 15 വരെയുള്ളതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ആഴ്ചയിൽ നിങ്ങൾ ലീഗലിന് 2 മണിക്കൂർ, ഡെയിലി 2 മണിക്കൂർ വെച്ച്. ഈ 10 മണിക്കൂർ എന്നുള്ള ഡെയിലി ആണ്. അവിടെ മൊത്തം ഒരാഴ്ചക്കല്ല 10 മണിക്കൂർ. 10 മണിക്കൂറിന് ഡെയിലി ആണ്. ആ 10 മണിക്കൂർ മിനിമം ആണ്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തു. 2 മണിക്കൂർ ലോ പഠിക്കാൻ നിങ്ങൾ യൂസ് ചെയ്യും. ലോ ലീഗൽ സബ്ജക്റ്റ് 42 ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബാക്കി സബ്ജക്റ്റുകൾ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, മാത്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇതിനൊക്കെ നിങ്ങൾ 1.5 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യുക. 1.5 മണിക്കൂർ ഈച്ച്. 1.5 മണിക്കൂർ ഫോർ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, 1.5 മണിക്കൂർ ഫോർ മാത്സ് ആൻഡ് ലോജിക്കൽ, 1.5 മണിക്കൂർ ഫോർ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ 2 മണിക്കൂർ ലീഗൽ, ബാക്കി എല്ലാ സബ്ജക്റ്റും 1.5 വെച്ച്. ഇനിയും 1.5 മണിക്കൂർ പ്രീവിയസ് വീക്ക് റിവിഷൻ. പ്രീവിയസ് വീക്ക് റിവിഷൻ. നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മെയ് 9 മുതൽ മെയ് 15 വരെയുള്ള ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചില്ലേ? അത് റിവൈസ് ചെയ്യണ്ടേ? അത് റിവൈസ് ചെയ്തില്ലേ അത് മറന്നു പോവില്ലേ? അപ്പോൾ അത് റിവൈസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഡെയിലി ഒരു 1.5 മണിക്കൂർ മാറ്റി വെക്കണം. ഡെയിലി 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വീക്കിലെ നിങ്ങൾ പഠിച്ച മെയ് 9 മുതൽ 15 വരെയുള്ള പഠിച്ചുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. കണ്ടിന്യൂ ആയിട്ട് റിവൈസ് ചെയ്യുക. കാരണം മറവിയെ നമുക്ക് അതിജീവിക്കണം. മറവിയെ അതിജീവിക്കണമെങ്കിൽ റിവൈസ് ചെയ്യണം, റിവിഷൻ ചെയ്യണം. അപ്പോൾ ഈ വീക്കിന് ടോപ്പിക്സിനെ പഠിച്ചതിനൊപ്പം തന്നെ കഴിഞ്ഞ വീക്കിലെ ടോപ്പിക്സ് നിങ്ങൾ ഡേ ആൻഡ് ഡേ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അതിനുവേണ്ടി 1.5 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം. ഇനി 1 മണിക്കൂർ MCQ പ്രാക്ടീസ്. നമ്മൾ ഡെയിലി 1 മണിക്കൂർ ധാരാളം ചോദ്യങ്ങൾ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, വേരിയസ് സബ്ജക്റ്റിൽ നിന്ന് ധാരാളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇരുന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പിന്നെ 1 hour റിവിഷൻ. ഈ റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീക്കിൽ പഠിക്കുന്ന മെയ് 16 മുതൽ 22 ആ ദിവസങ്ങളിൽ പഠിക്കുന്ന ടോപ്പിക്സ് ഡെയിലി പഠിക്കുന്ന ടോപ്പിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഈ 1.5 മണിക്കൂർ പഴയ ടോപ്പിക്സ് പഠിച്ചു കയറണം. അപ്പോൾ അത് മറന്നു പോകണ്ട. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഡെയിലി 1 മണിക്കൂർ ഓൾറെഡി ഞാൻ MCQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ ഒരു 150 തൊട്ട് 200 MCQs ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നിങ്ങൾ MCQs പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അറിയുന്നത് മാത്രം ചെയ്യുക, അറിയാത്തത് ചെയ്യണ്ട. അറിയാത്തങ്ങ് ലീവ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മറിച്ചത് കൃത്യമായിട്ട് കണ്ടെത്തി പഠിക്കാമല്ലോ. അത് ഇപ്പോഴേ അത് ശീലിച്ചു പോവുക. അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക, അറിയാത്തത് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, 200 ചോദ്യം ചെയ്താലേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് മാർക്ക് ഞാൻ പറഞ്ഞു 330 സംതിങ്, 320 സംതിങ്ങാണ്. അത് അയാൾ 120 ചെയ്തിട്ടൊന്നുമല്ല. 120 ആരും ചെയ്യണ്ട, അറിയുന്ന മാത്രം ചെയ്യാൻ വേണ്ടാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആഴ്ച നോക്കണ ലീഗൽ ടോപ്പിക്സ്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് നമുക്ക് നോക്കാം. അപ്പോൾ മെയ് 16 മുതൽ 22 GK കറണ്ട് അഫയേഴ്സ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് മെയ് കഴിഞ്ഞ സെറ്റിൽ നമ്മൾ ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഈ സെറ്റിൽ നിങ്ങൾ നോക്കേണ്ടത് മെയ് 2025 കറണ്ട് അഫയേഴ്സ്, അതേപോലെ തന്നെ 2024 ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾ നോക്കണം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ജാനുവരി മുതൽ ജൂൺ വരെയായിരുന്നു. ഈ ആഴ്ച നിങ്ങൾ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്.
പിന്നെ ജനറൽ സയൻസിൽ നിന്നുള്ള MCQs. ജനറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്ട്സ് ഉണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സബ്ജക്റ്റ് മൊത്തം ഒന്ന് പഠിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള GK ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസ് ഭാഗത്തുള്ള GK ക്വസ്റ്റ്യൻസ് ധാരാളമായി പ്രാക്ടീസ് ചെയ്യുക. കേരള ഹിസ്റ്ററി, പിന്നെ അതുപോലെ സ്പോർട്സ് GK, സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള GKകളുണ്ട്, അത് നിങ്ങൾ നോക്കുക. പിന്നെ റീസെൻറ്റ് എലക്ഷൻസ്, ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും കഴിഞ്ഞ ഒരു വർഷം നടന്ന എലക്ഷൻസ്, ആ എലക്ഷൻസിൽ ആരാണ് ഭരണത്തിൽ വന്നത്, അല്ല ആരാണ് പ്രൈം മിനിസ്റ്റർ ആയത്, ആരാണ് പ്രസിഡന്റ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണ് പ്രസിഡന്റ്, ചില പ്രൈം മിനിസ്റ്റർ, ആരാണ് അവിടെ അപ്പോയിൻറ്റഡ് ആയത് നിങ്ങൾ നോക്കണം. അത് ഇന്ത്യൻ ലെവലിൽ നോക്കണം, ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കണം. പിന്നെ റാങ്കിങ്സ്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് വന്ന പ്രധാനപ്പെട്ട റാങ്കിങ്സുകൾ. ഇപ്പോൾ ഹങ്കർ ഇൻഡെക്സ്, ഹാപ്പിനെസ് ഇൻഡെക്സ്, അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ് അത് കിടക്കുന്നത് നിങ്ങൾ നോക്കണം. പിന്നെ ലിറ്ററേച്ചർ ഭാഗം പ്രധാന ബുക്സിൻ്റെ ഓതേഴ്സ് നിങ്ങൾ നോക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഈവൻറ്റ്സ്, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ എൻട്രൻസ് നടന്ന ഓഗസ്റ്റിലാണ്. അപ്പോൾ 2024 ഓഗസ്റ്റ് മുതൽ ഈ വർഷം മെയ് വരെയുള്ള നടന്ന പ്രധാനപ്പെട്ട സ്പോർട്സ് ഈവൻറ്റ്സ്, അത് എല്ലാ സ്പോർട്സിലും ഈവൻറ്റ്സ്, ആ ഈവൻറ്റ്സ് എവിടെ വെച്ചാണ് നടന്നത്, വെന്യൂ, അതുപോലെ തന്നെ അത് ആരാണ് ജയിച്ചത്, അതിൻ്റെ റണ്ണേഴ്സപ്പ്, ആരാ ഫൈനൽ റണ്ണേഴ്സപ്പ് ആയത്, അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കേണ്ടത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ ജുഡീഷ്യറി, അങ്ങനെയുള്ള കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഞാൻ പഠിക്കാൻ പറഞ്ഞു. ഇനി അത് കിഴിച്ചുള്ള ബാക്കി ടോപ്പിക്സ് ഇല്ലേ, അതിൽ മാത്രം പഠിച്ചാൽ പോരാ, ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് ഇല്ലേ, അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെസ്റ്റ് ഓഫ് ദ പോർഷൻസ്, കഴിഞ്ഞ ആഴ്ച ഉള്ള ടോപ്പിക്സ് വിട്ടുള്ള ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ പോർഷൻസ് പഠിക്കുക. ടോർട്ട് നിങ്ങൾ നോക്കുക, പിന്നെ അതുപോലെ കോൺട്രാക്റ്റ് നിങ്ങൾ നോക്കുക. IPC ആൻഡ് BNS കഴിഞ്ഞ ആഴ്ച ഞാൻ പഠിക്കാൻ തന്നു, IPC കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് എന്തായാലും അറിയാം, അത് തീരത്തുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ആഴ്ചയും കൂടെ IPC കഴിഞ്ഞ വർഷം പഠിച്ച് തീരാത്ത ഈ ആഴ്ച നിങ്ങൾ പഠിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് ആക്ട്, പ്രധാനപ്പെട്ട ആക്റ്റുകൾ, പോക്സോ ആക്ട്, അതിൻ്റെ ഫുൾ ഫോം എന്താ, അതിന് ഫുൾ ഫോം, അത് ഏത് വർഷമാണ് വന്നത്, ഒരുപാട് ടാഡ, പോട്ട, അങ്ങനത്തെ കുറച്ച് ഈ ഷോർട്ട് ഫോം ആയിട്ടുള്ള ആക്ടുകളുണ്ട്. NDPS, അതിൻ്റെ ഫുൾ ഫോം എന്താ, NDPS ആക്ടിൻ്റെ ഫുൾ ഫോം എന്താ, ആ ഫുൾ ഫോംസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇംഗ്ലീഷ് ഭാഗം നിങ്ങൾ പാസേജ് ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം പാസേജ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഒരു പാസേജ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, പാസേജ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. ബേസിക് ഗ്രാമർ പഠിക്കുക, നിങ്ങൾ ഫില്ല് ദ ബ്ലാങ്ക്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇഡിയംസ് ആൻഡ് ഫ്രൈസസ്, ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് നിങ്ങൾ ഡെയിലി ഒരു 10-20 വെച്ചൊക്കെ പഠിക്കുക. അപ്പോൾ ഒരു 5 ദിവസമാകുമ്പോൾ ഒരു 100 ഒക്കെ ആയില്ലേ. ഓക്കെ, നിങ്ങളെ കൊണ്ടാവുന്ന അത്രയും, മാക്സിമം മിനിമം ലിമിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സ്പോട്ട് ദെയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്ന അതേ വർക്ക്, ഡിക്ഷണറി എടുക്കുക, ഒരു 100 കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്സ്, ഇംഗ്ലീഷ് വേർഡ്സ് എഴുതി പഠിക്കുക. ഒരു 100 പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 100 പഠിച്ചു, ഈ ആഴ്ച 200 വേർഡ്സ് ആയില്ലേ. ചിലപ്പോൾ ആ വേർഡ്സിൽ നിന്നായിരിക്കും അടുത്ത് നമ്മുടെ ചോദ്യം വരിക ഇല്ലേ. സ്പെല്ലിങ്സ് ഭാഗത്തു നിന്ന് ഏകദേശം 8 ചോദ്യം വരും. 8 എന്ന് പറഞ്ഞാൽ 8 × 3 24 മാർക്കാണ് വരുന്നത്. സോ നെവർ ഇഗ്നോർ ദാറ്റ്. അപ്പോൾ ചുമ്മാ ഡിക്ഷണറി പഠിക്കുക, കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകൾ എന്ത് ചെയ്യുക, സ്കെച്ച് ഔട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ മാത്സ് ഭാഗത്തുനിന്ന് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ്, പിന്നെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് പ്രോബ്ലംസ്, ക്ലോക്ക് പ്രോബ്ലംസ്, അതുപോലെ ഏജ് ബന്ധപ്പെട്ട പിന്നെ കോഡിങ് ആൻഡ് ഡീകോഡിങ് പ്രോബ്ലംസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരാഴ്ച എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു മെയ് 16 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. ബാക്കി പിന്നെയുള്ള ടോപ്പിക്സാണ് നമ്മൾ അടുത്തൊരു സെറ്റ് പാർട്ട് 3 വീഡിയോ വരുന്നുണ്ട്. കാരണം 22-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതി 29-ാം തീയതി വരെ ഫൈനൽ വീക്ക് വരുന്നുണ്ട്, ഫൈനൽ ലാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ടോപ്പിക്സ് ഞാൻ എന്തെങ്കിലും ടോപ്പിക്സ് മിസ്സായി പോകുന്നത് ഞാൻ അതിലേക്ക് തരാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, റിവിഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, സബ്ജക്ട് സ്റ്റഡി. ഓക്കെ, ഇതെല്ലാം ഒരേ ഇതിൽ പോകണം, എന്നാലാണ് നമുക്ക് ഇതിൽ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.